വെസ്റ്റേൺ നാടൻ മലയാളം സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്രീപ്സ് വെസ്റ്റേൺ രീതിയിലും നാടൻ രീതിയിലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെസ്റ്റേൺ ക്രീപ്സ് ഉണ്ടാക്കാൻ വേണ്ടത് പാല്, മുട്ട, ആവശ്യത്തിന് ഉപ്പ്, കേക്ക് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, ഓയില്, വാനില എസൻസ്. ഇത് ഓപ്ഷണലാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പാലും മുട്ടയും കൂടെ ഒരു എഗ് ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അടിച്ച് പതച്ച് അത് എടുക്കാം. ഫുള്ളായിട്ട് ആ മുട്ട അതിൽ ഡിസോൾവ് ചെയ്ത് വരണം. ഇതിലേക്ക് നമ്മൾ മൈദാ മാവും കൂടെ ഇട്ട് നന്നായിട്ട് ഒരു കട്ട പോലും കെട്ടാത്ത രീതിയിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വാനില എസൻസ്, ഓയില്, ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് പതച്ച് ഒരു നീണ്ട രീതിയിൽ, നമ്മൾ നീർദോശയ്ക്കൊക്കെ എടുക്കുന്നതിലും അതിലും ഇച്ചിരൂടെ നീണ്ട രീതിയിൽ നന്നായിട്ട് വിസ്ക് ചെയ്ത് അടിച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആദ്യത്തെ ഫില്ലിങ് തേങ്ങായ, പഞ്ചസാര, ജീരകം ഓപ്ഷണലാണ്, ഏലക്ക പൊടിച്ചത്, ഇതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് ആദ്യത്തെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കി വെക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫില്ലിങ്സ് ഉപയോഗിക്കാം. പഴം ചേർക്കേണ്ടവർക്ക് പഴം ചേർക്കാം. രണ്ടാമത്തെ ക്രീപ്സിൻ്റെ ഫില്ലിങ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഞാൻ മൈക്രോവേവിൽ 10 സെക്കൻഡ് വെച്ച് ചൂടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പഞ്ചസാരയിൽ വഴറ്റിയെടുത്ത് ചേർക്കുന്നവരുമുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പാകം കാണാം. വളരെ നീണ്ട ഒരു ബാറ്ററാണ്. ഇതുപോലെ ഒരു ഫ്രൈങ് പാൻ ചൂടാക്കുക. എന്നിട്ട് ഹീറ്റ് ഏറ്റവും ലോയിലോട്ടോ അല്ലെങ്കിൽ ലോ ടു മീഡിയം അതി വെച്ചിട്ട് എണ്ണ തേച്ചതിന് ശേഷം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ ഫ്രൈങ് പാൻ ഇതുപോലെയൊന്ന് വളരെ സ്ലോ ആയിട്ട് കറക്കിയെടുക്കുക. അപ്പോൾ ഒരു വളരെ കട്ടി കുറഞ്ഞ ഒരു ലെയറായിട്ട് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. 30 സെക്കൻഡിനും 1 മിനിറ്റിനും ഇടയ്ക്ക് ഇത് വെന്ത് വരും. വെന്തതിന് ശേഷം ഇത് മറിച്ചിടുക. മൊരിയാനായിട്ടിടയാകരുത്. മൊരിയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇതെടുക്കണം. കാരണം ഇത് ക്രീപ്സ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്, അല്ലാതെ നമ്മൾ മൊരിഞ്ഞെടുക്കുന്ന ഒരു വിഭവമല്ല. അതുപോലെ വേറൊരു കാര്യം, നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ ഉടനെ തന്നെ ആ ഓരോ ക്രീപ്സും ഫില്ലിങ് ഉണ്ടാക്കി അകത്ത് വെച്ച് മടക്കി എടുത്തോണം. അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി അവസാനം ഉണ്ടാക്കാനായിട്ടിരിക്കുകയാണെങ്കിൽ ആ ക്രീപ്സ് അത്രയ്ക്ക് മടങ്ങി വരത്തില്ല. അപ്പോൾ അവനവന് ഫില്ലിങ്സ് ഉപയോഗിക്കുക. പിന്നെ മടക്കുന്ന വിധവും ഞാനിവിടെ 2 രീതിയിൽ കാണിക്കാം. ആദ്യത്തെ നമ്മൾ മസാല ദോശയൊക്കെ മടക്കുന്നത് പോലെ, അല്ലെങ്കിൽ മടക്കുസാൻ മടക്കുന്നത് പോലെ. രണ്ടാമത്തെ ഫില്ലിങ് ഇപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സ്ട്രോബെറീസ് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തേനും സ്ട്രോബെറിയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യണം എല്ലാവരും. എന്നിട്ട് അതും ഇതുപോലെ മടക്കിയെടുക്കാം. പിന്നെ ഞാൻ വേറൊരു രീതി മടക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതും കൂടെ കാണിച്ചു തരാം. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീപ്സിലേക്ക് നമ്മൾ ഫില്ലിങ് വെക്കുന്നു. എന്നിട്ട് ഇടത്ത് വശത്തുനിന്ന് അങ്ങോട്ട് മടക്കുന്നു, പിന്നെ താഴേന്ന് മടക്കുന്നു, മുകളിൽ നിന്ന് മടക്കുന്നു. അപ്പം ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ അടഞ്ഞ ഒരു പോക്കറ്റ് പോലെ ആയിത്തീരുകയാണ്. അപ്പം നമുക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് ഈ രീതിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ക്രീപ്സ്. ട്രൈ ചെയ്യണം. ഇനിയും നമ്മുടെ നാടൻ ക്രീപ്സ്, അതായത് നമ്മുടെ നാട്ടിലത്തെ മടക്കുസാനോ എലാഞ്ചിയോ അല്ലെങ്കിൽ ലവ് ലെറ്ററോ, കുറേ നെയിംസ് ഉണ്ട് ഇതിന് ഞാൻ ആവശ്യമുള്ളത് കേക്ക് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, വെള്ളം, ഉപ്പ്, മുട്ട ഓപ്ഷണലാണ്, ഞാൻ ചേർത്തിട്ടില്ല. ഇത് ഞാൻ കലക്കി 1 മണിക്കൂർ വെച്ചതിന് ശേഷം നീണ്ട ഒരു ബാറ്റർ ദോശക്കല്ലിലോട്ടോ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈയിങ് പാനിലോട്ടോ ഒരു തവി വെച്ച് ഒഴിച്ച് അതും ഒരു തിൻ ലെയറായിട്ട് ഇങ്ങനെ നിരത്തിയെടുക്കുകയാണ്. ഇതും ഏകദേശം 30 സെക്കൻഡിനും 1 മിനിറ്റിനും ഇടയ്ക്ക് ഇത് വെന്ത് വരും.
പിന്നെ ബട്ടർ ചേർക്കേണ്ടവർക്ക് ബട്ടർ ചേർക്കാം. ഞാനിവിടെ എണ്ണ തേച്ചിട്ടാണ്, നോൺ സ്റ്റിക്ക് ആണെങ്കിലും എണ്ണ തേച്ചിട്ടാണ് ഈ ദോശയുടെ മാവ് ഇതിൽ ഒഴിച്ചത്. പിന്നെ ഫില്ലിങ് മടക്കുസാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതേ വെച്ച് തന്നെ ഫില്ലിങ് അതിൽ തന്നെ വെച്ച് തന്നെ ഇങ്ങ് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഏത്തപ്പഴം ഉള്ളവർക്ക് ഏത്തപ്പഴം ഒന്ന് വിളയിച്ചിട്ട് ഇതിലേക്കിടാം, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് ഇടാം. അപ്പം എല്ലാവരും ഈ 2 ക്രീപ്സും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിലേക്ക്, നോട്ടിഫിക്കേഷൻ ഐക്കോൺ ഓൺ ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്.